രാവിലെ വീട്ടിലെ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മൾ അക്കരയോട്ട് ഇവിടെ അക്കരയ്ക്കരയാണ്. നമ്മൾ അക്കരെ ഒരു വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ രാവിലെ ഇന്നലെ രാവിലെ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ പൈപ്പിൽ വെള്ളമുണ്ട്. അങ്ങനെ രാവിലെ പാത്രമെല്ലാം കൈ വെച്ചിട്ട് ആണ് നമ്മൾ പോകാൻ പോണത്. നമ്മൾ ഇതുവഴിയാണ് അക്കരോട്ട് പോണത്. അക്കരോട്ട് പോയിട്ട് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ചെടി അങ്ങ് മേളിൽ നിന്നതായിരുന്നേ. കഴിഞ്ഞ മഴയത്താണ് നമ്മളവിടെ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സ്ഥലം വൃത്തിയാക്കിയ സമയത്ത് എടുത്തിങ്ങ് താഴെ കൊണ്ട് നട്ടതാണ്. ഇപ്പം അത് ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചത് പട്ടു പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇതിവിടെ നല്ല ഇതായിട്ട് നല്ല പൊടിച്ച് എല്ലാം നല്ല സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മുടെ പറമ്പിലൊരു കൂടെ കരിമ്പുണ്ട്. ഇത് വയലിലായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും നല്ല ഉഷാറായിട്ട് വന്നേനെ. ഇത് കരത്തറായത് കൊണ്ടാണ് ഈ കരിമ്പൊന്നൊരു കോണമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. വലിയ ഉഷാറൊന്നുമില്ല. വയലിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനെക്കാട്ടിയും വലിയ മൂടാവുമായിരുന്നു. അങ്ങനെ നമ്മൾ അക്കരോട്ട് പോവുകയാണേ. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ താഴെയുള്ളൊരു ചെറിയൊരു പൊഴുകത്തോടാണ്. ഇതിൻ്റെ താഴോട്ട് വയലാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളിങ്ങനെ പോവണേ. നമ്മൾ ഇതുവഴി അങ്ങോട്ടാണ് പോകണം, മേലോട്ടാണ് പോകണം. ചെന്തിപ്പൂവാണേ. ചെന്തിപ്പൂ അവിടെ നിന്ന് അങ്ങോട്ട് ഈ വെള്ളം അങ്ങനെ നമ്മൾ അക്കരെ വീട്ടിൽ നിന്ന് ഇക്കരെ റോഡിൽ കയറി. റോഡിൽ ഇവിടെ നമ്മളൊരു ഇതാണ് നമ്മളിവിടുത്തെ വെയിറ്റിംഗ് ഷെഡ്. നമ്മളിവിടെ നിന്ന് ഇത്തിരി ഇപ്പോൾ ഇതുവഴിയാണ് വണ്ടിയൊക്കെ വരുന്നത്. ആ റോഡ് വഴിയാണ് ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറം വരെ വണ്ടി പോവുള്ളൂ. അങ്ങോട്ട് അതിൻ്റെ കുറേ അപ്പുറം വരെ വണ്ടി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ടാണ് നമ്മൾ പോകണം. അങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റിംഗ് ഷെഡിൽ വന്ന്. ഇനിയിപ്പോൾ ഇത്തിരി അങ്ങനെ ഇരുന്നിട്ടൊക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് പോവാം, അങ്ങോട്ട് പോവാം. തോളിക്കയറും. ടാറ്റാ നമ്മൾ പോണേ. വീട്ടിൽ പോണേ. അങ്ങനെ നമ്മൾ വന്ന വരവിൽ അവിടെ ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ കയറി ഇരുന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പം ഇതുവഴി അവിടെ കുറച്ച് അപ്പുറത്തേലും അവിടെ ഒരു ഗ്രൗണ്ടും കുറച്ച് നിരന്ന സ്ഥലവും പുൽമേടും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ലൊരു ഏരിയയാണ്. ഇപ്പോൾ കാട്ടുപോത്തൊക്കെ അവിടെയൊക്കെ നമ്മൾ വൈകുന്നേരമൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് കാട്ടുപോത്തുകളൊക്കെ ഇങ്ങനെ മേഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നതാണ്. ഇതുവഴിയാണ് നമ്മുടെ KSEBിയുടെ കറണ്ട് ലൈന് കമ്പി ഇതുവഴിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അന്ന് കറണ്ട് വന്നതിൻ്റെ അന്നാണെങ്കിൽ ഇതുവഴിയായിരുന്നു അങ്ങോട്ട് വഴി ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കറണ്ട് വന്നതിന് ശേഷമാണ് ഈ റോഡ് വന്ന് റോഡും വാഹന സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതും ഈ
നമ്മുടെ KCB ലൈൻ കമ്പി ഇപ്പോഴും അതുവഴി തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങ് താഴെ റോഡിലൂടെ മാറ്റിയിട്ടില്ല. ഇനി അതൊക്കെ മാറ്റിയിടുകയുള്ളൂ. അങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ കുറച്ച് താഴെ ചെന്നിട്ട് ഞാൻ ബാക്കി അങ്ങോട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ കൂടി ഞാൻ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പം അഗസ്ത്യ റോഡൊക്കെ നല്ല തലയെടുപ്പോടെ ഇരിപ്പുണ്ട്. സംഭവം ഇപ്പം നല്ല വേനലാണ്, നല്ല വെയിലാണ്, ചുട്ടുകൊള്ളുന്ന വെയിലാണ് ഇപ്പം. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മലമുകളിലൊന്നും മഞ്ഞൊന്നുമില്ല. അതിൻ്റെ മേളിലോട്ട് കാർമേഘങ്ങൾ അവിടെ ഇവിടെയും കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷെ മഞ്ഞായിട്ടൊന്നും മല മുകളിൽ മഞ്ഞൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഏരിയയുള്ള സ്ഥലങ്ങളിപ്പം നന്നായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ കാണുന്നത് നാച്ചിയാർ മോട്ടയാണ്. നാച്ചിയാർ മോട്ടയെന്ന് പറഞ്ഞാൽ ഒരു മോട്ടക്കുന്നാണ്, പുൽമേടാണ്. ആ കാണുന്നത് പുൽമേടും ഇടയ്ക്കിടയ്ക്ക് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ കണ്ടാണ്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പുൽമേടും ആ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം. ഇവിടെ നല്ലൊരു ഗ്രൗണ്ടിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇത്രയും ഗ്രൗണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് അങ്ങനെ പോവുകയാണേ. ഇങ്ങോട്ട് വളഞ്ഞിങ്ങോട്ടാണ്, അപ്പം ഇങ്ങോട്ടാണ് പറഞ്ഞത്. അപ്പം ഇതുവഴി കുറച്ച് അപ്പുറത്ത് പോകുമ്പോഴത്തേന് നമ്മുടെ അണകാട് സെറ്റിൽമെൻറ്റ്, ഇതും എല്ലാം അണകാട് സെറ്റിൽമെൻറ്റ് തന്നെയാണ്. പക്ഷേ വീടുകൾ അവിടെ തൊട്ട് അങ്ങോട്ട് വീടുണ്ട്. പിന്നെ സൈഡിൽ നമ്മളിപ്പം ഞാൻ നേരത്തെ കയറി വരുന്നത് അവിടെ തൊട്ടാണ് വീടുകളുടെ തുടക്കം. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ വീടുകളുണ്ട്. പിന്നെ ഇവിടെയുള്ള BSNL ടവറാണ് ഇരിക്കുന്നത്. ഇവിടെ BSNL ടവർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമ്മളിങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അക്കരോട്ട് നല്ല വ്യൂ പോയിൻ്റാണ്. അവസ്ഥയോടും ഞാനിപ്പോൾ താഴെ വന്നപ്പോഴത്തേന് കുറച്ച് വലിയ മഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം കുറച്ച് മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മഞ്ഞ് കാർമേഘമാണ്, നല്ല മഞ്ഞല്ല. അത് ഇപ്പോൾ കുറേ കഴിയുമ്പോൾ മാറും. മുകളിൽ നല്ല കാറ്റുണ്ട്. ഇവിടെയും ഇപ്പോൾ നല്ല കാറ്റാണ്. ആ കാറ്റുള്ളത് കൊണ്ട് കാർമേഘം അങ്ങനെ കൂടുതൽ സമയം അവിടെ പിടിച്ച് നിൽക്കില്ല. അത് കാറ്റ് എങ്ങോട്ടും കൂടെ അതിനെ കൊണ്ടുപോകും. അതാ നമ്മളിപ്പം കുറേശ്ശെ നേരത്തെ കാട്ടിയും കുറച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കറങ്ങി ഇപ്പം ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തണലാണ്. ഈ മരത്തിൻ്റെ മുട്ടിലൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാതെ ഉറങ്ങിപ്പോവും. അത്രയ്ക്കും നല്ലൊരു കാറ്റും വഴിവ് തണൽ സ്ഥലമാണ് ഇവിടെയൊക്കെ. പിന്നെ മരമാണ്, ഇതിൻ്റെ തറകാണ്. നല്ല തണലാണ്, നല്ല തണൽ ഇരിക്കാൻ വേണ്ടി നല്ലൊരു വഴിയടിച്ചിരിക്കുന്നു. നല്ല സ്ഥലമാണ് അവിടെ. അതും കണ്ടിട്ട് പോയാണ്. അപ്പോൾ അപ്പുറം താമസിക്കുന്ന കൂടുതൽ കാണിച്ച് ഇതാ കണ്ട, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രൗണ്ട് പോലത്തെ സ്ഥലം. അവിടെ കുറച്ച് പുല്ലൊക്കെ കുറവുണ്ട്. ഇവിടെ ഇപ്പം ഈ പുല്ലൊക്കെ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ വെട്ടിയിട്ടതാണ്. അതുകൊണ്ട് ഇപ്പം ഇളം പുല്ല് ഇങ്ങനെ തിളുർത്ത് വരെയാണ്. അപ്പോൾ ഈ പോത്തൊക്കെ മേയാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പോത്തൊക്കെ പുല്ലൊക്കെ മേഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതിൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും കണ്ടിട്ട് അതുവരെ പോയുള്ളൂ. നമ്മൾ അതുവരെ പോയുള്ളൂ. അവിടെ പോയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അതുവരെ പോയി അങ്ങനെ തിരിച്ച് അതുവരെ പോയി കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതിനെക്കാട്ടും നല്ലൊരു ഫാമിലി ബ്ലോഗുമായിട്ട് നമ്മുടെ ഫാമിലി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.